പള്ളിമേടയിലെ ബലാത്സംഗ വീരൻ ഇന്നലെ രാത്രി കാണിച്ച പണി. മലങ്കര കത്തോലിക്ക സഭയിലെ പോൾ നിലയ്ക്കൽ എന്ന ബലാത്സംഗ കേസിൽ പ്രതിയാകുകയും ആ കേസിൽ മുൻകൂർ ജാമ്യമെടുത്ത് നിൽക്കുന്ന പോൾ നിലയ്ക്കൽ തെക്കേതിൽ എന്ന ആ പാതിരിപ്പാമ്പിനെ കുറിച്ച് ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഇയാൾ മൈലപ്ര തിരുഹൃദയ ദേവാലയത്തിലെ വികാരിയായിരുന്ന സമയത്ത് കുമ്പസാരിക്കുവാൻ വന്ന ഒരു ഭർതൃമതിയായ യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ആ ദൃശ്യങ്ങൾ കാട്ടി അവരിൽ നിന്നും ലക്ഷങ്ങൾ പണം തട്ടുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്ത വളരെ വിശദമായ ഒരു വാർത്തയായിരുന്നു ഇന്ന് ഞങ്ങൾ നൽകിയത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും നിരത്തി തന്നെയായിരുന്നു ITV ന്യൂസ് വാർത്ത നൽകിയത്. ആ യുവതി ഭദ്രാസന ബിഷപ്പിനും ക്ലിമീസ് ബാവയ്ക്കും നൽകിയ പരാതി, തുടർന്ന് ആ സ്ത്രീ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത FIR, ആ FIR പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പാതിരി പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയ ആ ജാമ്യ ഉത്തരവ് അടക്കം ഈ പാതിരി ആ യുവതിയോട് മദ്യപിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ, വീഡിയോകൾ അടക്കമാണ് ഞങ്ങൾ ആ വാർത്ത നൽകിയത്. ഈ വാർത്ത ഇതിനു മുമ്പ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം മുക്കി നൽകിയ മാധ്യമങ്ങളിലെ ആ വാർത്തകളെല്ലാം ഈ പാതിരിയും ഇയാളുടെ സംഘവും ഇവരുടെ സഭയും റിപ്പോർട്ടടിച്ച് അല്ലെങ്കിൽ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തു. ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ബിഷപ്പുമാരുമായി ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് പല കോണുകളിൽ നിന്നും പല സന്ദേശങ്ങൾ ലഭിച്ചു. നിങ്ങൾ ആ വാർത്ത കൊടുക്കരുത്, യാതൊരു കാരണവശാലും കൊടുക്കരുത് എന്ന തരത്തിൽ പല പ്രലോഭനങ്ങളും പല ഭീഷണികളും ഒക്കെ മുഴക്കി പലരും വിളിച്ചു. പക്ഷേ അതിനൊന്നും ഞങ്ങൾ അറിയാമല്ലോ, ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞങ്ങൾ അതിലൊന്നും വശംവദരാകുന്ന ആളുകളോ ഭീഷണിയുടെ മുന്നിൽ പേടിക്കുന്നവരോ അല്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ആ വാർത്ത നൽകി. ഏതാണ്ട് 8 മണിയോടുകൂടി ആ വാർത്ത നൽകി. ആ വാർത്ത നൽകി ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് 10-10,000 പേര് കണ്ടു കഴിഞ്ഞു. ആ വാർത്ത വന്ന് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മലങ്കര കത്തോലിക്ക സഭയിലെ ഈ ബലാത്സംഗ കേസിലെ പ്രതിയായ പോൾ തെക്കേലും സംഘവും ചേർന്ന് ആ വീഡിയോ യൂട്യൂബിന് റിപ്പോർട്ടടിച്ച് പിൻവലിപ്പിച്ചു. ഇയാളിപ്പോൾ സമൂഹത്തെ മാത്രമേ പേടിക്കുന്നുള്ളൂ, സഭ തന്നെ ഒന്നും ചെയ്യത്തില്ല, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് ഈ പാതിരിക്ക് നന്നായി അറിയാം. കാരണം സഭയുടെ കയ്യിൽ നല്ല കാശുണ്ട്, കാശ് കൊടുത്താൽ വീഴാത്തത് ആരുണ്ട് ഈ നാട്ടിൽ? പക്ഷേ ITV ന്യൂസ് ഇവന്മാരുടെ ഈ തെമ്മാടിത്തരം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ കേസ് വളരെ വിശദമായി പഠിച്ച് തെളിവുകൾ ശേഖരിച്ച് ഞങ്ങൾ നൽകിയ ആ വാർത്ത ഇവന്മാർ തെറ്റായ റിപ്പോർട്ട്, സൈബർ ബുള്ളിയിങ് എന്ന പേരിൽ റിപ്പോർട്ടടിച്ച് ആ വീഡിയോ മാറ്റുകയുണ്ടായി. ഞങ്ങൾ യൂട്യൂബിന് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളത് അപ്പീൽ നൽകി. വളരെ വിശദമായ തെളിവുകളടക്കം ഞങ്ങൾ യൂട്യൂബിന് കൈമാറിയിട്ടുണ്ട്. ആ വീഡിയോ ഉടൻ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു വരും. പക്ഷേ പലരും തെറ്റിദ്ധരിക്കും, ITV ന്യൂസ് ഒന്നെങ്കിൽ ഭയന്നാണ് ആ വീഡിയോ പിൻവലിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പാതിരി പാമ്പുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഞങ്ങൾ ആ വീഡിയോ പിൻവലിച്ചത് എന്ന് പല പ്രേക്ഷകർക്കും തെറ്റായ ഒരു ധാരണ ഉണ്ടാവും. അത് ഉണ്ടാകാതിരിക്കുവാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ ഇന്ന് വന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 1 മണിക്കൂറിൽ തന്നെ ഏതാണ്ട് 10,000 പേർ കണ്ടു കഴിഞ്ഞ ആ വീഡിയോ ഇവന്മാരുടെ സഭയ്ക്കും ഈ കൂതാശപ്പണിക്കാരന്മാർക്കും നാണക്കേടുണ്ടാക്കും എന്ന് ഭയന്ന് ഇവന്മാർ റിപ്പോർട്ട് അടിച്ചിട്ട് പമ്മി ഇവൻ്റെയൊക്കെ നാറിയ അരമനയിൽ കയറി പമ്മി ഇരിക്കുകയാണ്. പക്ഷേ നിന്നെ ഒന്നും ഞങ്ങൾ വെറുതെ വിടത്തില്ല എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളികളെ, പള്ളിമേടയിലെ ആവാസന്മാരെ, നീയൊക്കെ കാണിച്ച ഈ തെമ്മാടിത്തരം ഇരുളറയിൽ ആഘോഷിച്ചത് പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നീ പള്ളിമേടയിൽ 2 ചെറുതടിച്ചിട്ട് കാണിച്ച സകല തെമ്മാടിത്തരങ്ങളും ഇതാ ലോകമറിയാൻ പോവുകയാണ്. നിന്നെ പൊതിച്ച് സംരക്ഷിച്ച നിന്റെ നാറിയ പിതാക്കന്മാരുടെ ആ സവിശേഷതകളും ഇതാ ലോകം തിരിച്ചറിയാൻ പോകുന്നതാണ്. പലരും പറഞ്ഞു ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാധാരണഗതിയിൽ ഈ കൂതാശ തൊഴിലാളികൾക്കെതിരെ ആരോപണങ്ങൾ വന്നാൽ ഇവർ യാതൊരു നടപടിയും എടുക്കത്തില്ല. എന്നാൽ ഈ പരാതി ലഭിച്ച ഈ തെളിവുകൾ കണ്ട സാമുവൽ മാർ ഐറേനിയോസ് എന്ന മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട ഭദ്രാസന ചുമതലയുള്ള ആ മെത്രാൻ
ഇയാളെ കൂതാശപ്പണിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അന്നേരം ഈ വിശദ വിവരങ്ങൾ i2 ന്യൂസിൻ്റെ കയ്യിൽ ലഭിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് തിരക്കും. ഈ കാര്യങ്ങൾ തിരക്കുവാനായി ഞാൻ നമ്മുടെ സാമുവൽ മാർ ഐറേനിയോസ് എന്ന ആ ബിഷപ്പിനെ വിളിക്കുകയുണ്ടായി. ആ ബിഷപ്പിനെ വിളിച്ചപ്പോൾ ഞാനുമായി നടത്തിയ ആ സംഭാഷണം ഒന്ന് കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. ഹലോ, ബിഷപ്പ് ഐറേനിയസ്. അതെ. ബിഷപ്പ്, ഞാൻ വിളിച്ചതേ, എന്റെ പേര് മാത്യു എന്നാണ്. അന്നേരം നമ്മുടെ അവിടുത്തെ ഒരു ലേഡി വന്നിരുന്നേ. എവിടാ? ഞങ്ങളുടെ ഓഫീസിലെ നമ്മുടെ മറ്റേ പോൾ നിലയ്ക്കൽ എന്റെ കേസുമായി ബന്ധപ്പെട്ട അതെ. അന്നേരം പോൾ നിലയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അവർ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടെ. എവിടെ വന്നിട്ടുണ്ടായിരുന്നു? ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അതെ. അന്നേരം പറഞ്ഞിരുന്നു. അന്നേരം ഇദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഞങ്ങൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇദ്ദേഹത്തെ വൈദിക വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തിയോ, സസ്പെൻഡ് ചെയ്തോ, ഡിസ്മിസ് ചെയ്തോ? പിന്നെ എത്രയോ ആളായി സസ്പെൻഡ് ചെയ്യാണോ അതോ ഡിസ്മിസ് ചെയ്യാണോ? എന്തോ അല്ല, അദ്ദേഹത്തെ എല്ലാ മിനിസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. മാറ്റി നിർത്തിയേക്കാണ്. അത് വൈദിക വൃത്തിയിൽ നിന്ന് പുള്ളിയെ ഡിസ്മിസ് ചെയ്തോ അതോ സസ്പെൻഷനിലാണോ? അല്ല, സസ്പെൻഷനില്ല. കാരണം ഒരാള് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ പിന്നെ നമുക്ക് പിന്നെ ഏത് പണിഷ്മെന്റ് ആണെങ്കിലും പിന്നെ നമുക്ക് കൊടുക്കാനൊക്കത്തില്ല. ഇത് അദ്ദേഹത്തെ ഇപ്പൊ പൗരോഹിത്യ മിനിസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. ഇപ്പം സഭയ്ക്ക് ബോധ്യപ്പെട്ടോ ഇദ്ദേഹം തെറ്റുകാരനാണെന്ന്? സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് എൻക്വയറി ഇരിക്കുന്ന കാര്യമാണല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ ആ അശ്ലീല വീഡിയോകളും പുള്ളിയുടെ ആ തെറി പറയുന്നതും വോയിസും എല്ലാം അതെല്ലാം അത് ആർട്ടിഫിഷ്യൽ അല്ല, കൃത്യമാണെന്ന് നമുക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാകത്തില്ല. അത്രത്തോളം ഞങ്ങൾക്ക് അത്ഭുതം. നമ്മുടെയൊക്കെ സെമിനാരികളിൽ ഇതുപോലത്തെ തെറികളാണോ പഠിപ്പിക്കുന്നത്? നമ്മളിപ്പം ഈ സഭാപരമായ അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഇപ്പം വേറൊരു ലെവലിലേക്ക് പോയി. നമ്മൾ അതുകൊണ്ടാ ഇപ്പം ഒരു സിവിൽ ഒരു കേസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഡിസിഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. സ്ത്രീ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സിവിൽ കേസിലേക്ക് പോയത് സഭയുടെ ഭാഗത്തു നിന്നൊരു എന്താ പറയുന്നത്, അത് പരിഹരിക്കുമായിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു അവർ പറയുന്നത്. അതേപ്പറ്റി നമ്മൾ ഈ ഫോണിൽ കൂടെ സംസാരിക്കേണ്ട കാര്യങ്ങളല്ല. നമ്മളതിപ്പോ അദ്ദേഹത്തിന്റെ നിലപാടത് ഞാൻ അതേപറ്റി ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാകുന്നില്ല. കാരണം നമുക്കത് അതേപ്പറ്റി അങ്ങനെയുള്ള വിഷയമല്ലല്ലോ ഇത്. എങ്കിലും സഭ മാറ്റി നിർത്തി, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. സഭ ഏതായാലും മാറ്റി നിർത്തിയിട്ടുണ്ട് പുള്ളിയെ. അതെ. ഓക്കെ ബിഷപ്പ്, താങ്ക് യു. ബിഷപ്പിന്റെ സംഭാഷണം കേട്ടല്ലോ. ഫോണിൽ കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന് പലതും പറയുവാൻ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ഞാനും കാര്യമായി ഒന്നും സംസാരിച്ചില്ല. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും ഈ പോൾ നിലയ്ക്കൽ എന്ന് പറയുന്ന ആ വ്യഭിചാരിയായ ആ പാദ്രിയെ, അദ്ദേഹം ചെയ്ത ചെയ്തികളെക്കുറിച്ച് ഇവന്മാർക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. പക്ഷേ തങ്ങളുടെ സ്വന്തം വർഗത്തിൽപ്പെട്ട ഈ കൂതാശ മുതലാളിയെ അമ്മാർ സംരക്ഷിക്കുവാൻ ശ്രമിക്കും. വാർത്ത നൽകുന്നതിന് മുമ്പായി നമ്മൾ പോൾ നിലയ്ക്കൽ എന്ന ഈ പാദ്രിയെ ഞാൻ വിളിക്കുകയുണ്ടായി. കാരണം അയാളോട് നമ്മൾ തിരക്കണമല്ലോ എന്താണ് സംഭവിച്ചത്. അയാൾക്കും ഇപ്പോൾ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിക്ക് പോലും അയാളുടെ വേർഷൻ പറയുവാനുള്ള ഒരു അവകാശം ഉള്ള നാടാണ് നമ്മുടേത്. അന്നേരം അതുകൊണ്ട് തന്നെ ഈ പോൾ നിലയ്ക്കൽ പാതിരിയെക്കുറിച്ച് ഇപ്രകാരം ഒരു പരാതി വരികയും ആരോപണം വരികയും അയാളെ കൂതാശപ്പണിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി ഇയാളിൽ നിന്ന് തന്നെ അറിയാമെന്ന് കരുതി ഞാൻ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ഇയാളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞു. അയാൾ അല്പസമയത്തുള്ളിൽ പറഞ്ഞതുപോലെ തന്നെ എന്നെ തിരികെ വിളിച്ചു. ഞാനും ഈ പോൾ നിലയ്ക്കൽ പാതിരിയുമായി നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം കൂടുതൽ വിവരങ്ങളുമായി. പോൾ നിലയ്ക്കൽ. ഹലോ, പോൾ നിലയ്ക്കലാണോ? ആരായിരുന്നു? എന്റെ പേര് മാത്യു എന്നാ. എന്തൊക്കെയുണ്ട്? ഏതാ മാത്യു? അറിയും, പറഞ്ഞാ അറിയും. നമ്മുടെ ആ വിഷയമൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്, എവിടാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. അവരെന്തായി, അത് എല്ലാം തീർന്നോ? അത് ഇഷ്യൂ എല്ലാം തീർന്നോ? ഇല്ലല്ലോ. തിരിച്ച് സർവീസ് കയറിയോ? ഇല്ല. അതിന്റെ എന്താ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. ഇവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നോ? ഞാൻ എൻ്റെ മറ്റേ ആ നിങ്ങളുടെ വീഡിയോയും ചീത്തയൊക്കെ വന്നത് അവരോട് പറയുന്ന ആ സംഭാഷണങ്ങളൊക്കെ, ആ തെറിയും വീഡിയോസും ഒക്കെ ഞാൻ അത് വെരിഫിക്കേഷൻ എടുത്തത്.
ഓ ശരി. ഓക്കെ ഓക്കെ. സംഭവം കൊള്ളാമല്ലോ. ആ ആ. നല്ല ചിമിട്ടൻ എന്തോ? തെറികളൊക്കെ ആണല്ലോ. നല്ല ചിമിട്ടൻ തെറികളൊക്കെ ആണല്ലോ ഒന്ന്. ആ ആ ആ. ഇവരതിലും കട്ടി കൂടിയത് വിളിച്ചോ? അതോ എങ്ങനെയാ വിളിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അതെ അതെ, അതുകൊണ്ടാണല്ലോ. ആണോ? അതെ അതെ. ഉം. അത്തരത്തിൽ പ്രകോപിപ്പിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. അതെ അതെ അതെ. അതെന്തോ വിളിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണോ അവരിത് കട്ട് ചെയ്ത് കൊടുത്തത്? അതിന് മുമ്പ് പിന്നെയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു? എന്തോ അതിനകത്ത് അറിയില്ല, സംഭവിച്ചെന്തോ? എനിക്കറിയില്ല അതിനെ കുറിച്ച്. തിരിച്ച് വൈദ്യവൃത്തിയിലേക്കുണ്ടോ ഇനി, അതോ എന്തുവാ? അത് തീരുമാനിക്കണമല്ലോ. ഉം. അതെ അതെ. അവരാ പരാതിയിൽ പറഞ്ഞതിനകത്തൊക്കെ കഴമ്പുണ്ടോ ഇതിനകത്ത്? ഏതാ? അവരെ ശാരീരികമായി പള്ളിമേടയിൽ ഇല്ല ഇല്ല ഉപയോഗിച്ചു ഇല്ല എന്നൊക്കെ ഉള്ളത്. ഇല്ല 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 ഉം. ഇല്ലല്ലോ. പക്ഷെ അവരത് കൃത്യമായിട്ട്, പക്ഷെ അത് താങ്കളത് ഡിനേ ചെയ്തിട്ടും ഇല്ലല്ലോ. ഉണ്ടല്ലോ. താങ്കളുടെ ബെയിൽ ഓർഡറിനകത്ത് പറഞ്ഞേക്കുന്നത് എഴുതി കൊടുത്തേക്കുന്നത് മ്യൂച്വൽ കൺസെന്റോട് കൂടിയാണെന്നാണല്ലോ. ഞാൻ എൻ്റെ കോപ്പി ഇപ്പോൾ സെക്കൻഡ് അതിന്റെ ഞാൻ നിങ്ങളുടെ ബെയിൽ ഓർഡർ എടുത്തിട്ട് നോക്കുന്നത്. ബെയിൽ ആപ്ലിക്കേഷൻ ഇത് നമ്പർ ആരായിരുന്നു വിളിക്കുന്നതിന്? 2102026. ഹലോ, ഹലോ. ഞാൻ സുനിൽ മാത്യു, i2i ന്യൂസിൽ നിന്ന്. ആ തങ്ങളുടെ ആ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന്റെ സകല ഡോക്യുമെന്റ്സും ഞങ്ങളുടെ തന്നു. അതെ അതെ. അങ്ങനെ അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാൻ താങ്കളുമായിട്ട് താങ്കളുടെ ഒരു വേർഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. തീർച്ചയായിട്ടും നമ്മളൊരു വാർത്ത ചെയ്യുമ്പം നമ്മൾ കൊടുക്കണമല്ലോ ഒരു അതെ അതെ. താങ്കളുടെ ഞാൻ വേർഷൻ ഒന്ന് അതെ, കേൾക്കണമല്ലോ. ഞാൻ അതുകൊണ്ട് സാറിനെ തിരിച്ചു വിളിക്കട്ടെ? എന്തോ? സാറിന് തിരിച്ചു വിളിച്ചോട്ടെ? കാരണം ഞങ്ങൾ ഇന്നൊരു കൊടുക്കാനൊരു പ്ലാനിങ്ങിലായിരുന്നു. അതുകൊണ്ട് താങ്കളുടെ വേർഷൻ, അല്ലെ താങ്കൾ നിരപരാധിയാണ്, അല്ലെ തെറ്റാണ്, അല്ലെ എന്തോ താങ്കൾക്ക് ഇത് പറയാനുള്ള താങ്കളുടെ ഒരു വേർഷൻ കേൾക്കാന്നോർത്ത് ഞാൻ വിളിച്ചത്. അതുകൊണ്ടാ, മറ്റൊന്നുമല്ല. അതെ, ഞാനിപ്പോ ഒരു യാത്രയല്ല, തിരിച്ചു വിളിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നലെ ശ്രദ്ധിച്ചു കാണും, പള്ളിമേടയെ മണിയറയാക്കിയ പോൾ നിലയ്ക്കൽ പാതിരി എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു ഇന്നലെ ഞങ്ങൾ ആ വാർത്ത നൽകിയത്. ഏതാണ്ട് 17 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വാർത്തയിൽ വളരെ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ നൽകിയിരുന്നു. ആ വാർത്ത പുറത്തു വന്നാൽ, ആ വാർത്ത ജനങ്ങൾ കണ്ടാൽ, ഞങ്ങളുടെ മുണ്ണക്കുഞ്ഞാടുകൾ ഇത് കണ്ടാൽ, കൂതാശപ്പണിക്ക് ഈ പോൾ നിലയ്ക്കലിനും ഇയാളുടെ ബിഷപ്പുമാരായ സാമുവൽ ഐറനീസിനും പട്ടത്തെ തിരുസന്നിധിയിൽ കുത്തിയിരിക്കുന്ന ക്ലീമീസിനും ഒന്നും പുറത്തിറങ്ങാൻ വയ്യ. ഇവന്റെയൊക്കെ സെമിനാരിയിൽ പഠിപ്പിക്കുന്നത് ഇതാണോ? ഇവന്റെയൊക്കെ സംസ്കാരം ഇതാണോ? പള്ളികളിൽ വന്നു നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പുറത്തിറങ്ങുന്ന ഇവനൊക്കെ മയക്കുമരുന്നും മദ്യവും അടിച്ച് കാണിക്കുന്ന ഇവന്റെയൊക്കെ തെമ്മാടിത്തരങ്ങളും, അതിനുശേഷം സ്ത്രീകളുടെ അടുത്ത് നടത്തുന്ന ഈ തെമ്മാടിത്തരങ്ങളും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂതാശപ്പണിക്കാരന്മാരുടെ തൊലി ഉയരും എന്ന് മനസ്സിലാക്കി ഇവനൊന്നും പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവന്മാർ യൂട്യൂബിന് വ്യാജ പരാതി നൽകി ഞങ്ങളുടെ വാർത്ത പിൻവലിപ്പിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ തീരുന്നില്ലല്ലോ. പിതാക്കന്മാരെ, നാറിയ പിതാക്കന്മാരെ, നിന്റെയൊക്കെ പള്ളിത്തന്തമാർ, നിന്റെയൊക്കെ ഈ ആഭാസന്മാരായ പാദ്രികൾ നടത്തിയ തെമ്മാടിത്തരങ്ങൾ, പള്ളിമേടകളിൽ നടത്തിയ വ്യഭിചാരങ്ങൾ ആരും അറിയില്ല എന്ന് കരുതി ആ ഇരുളടഞ്ഞ മുറികളിൽ നടത്തിയ നിന്റെയൊക്കെ ആഭാസത്തരങ്ങൾ ഇതാ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കേൾക്കുക, കേൾപ്പിക്കുക എന്ന ദൗത്യം മുകളിൽ നിന്നുള്ള ദൈവം തമ്പുരാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ ചെറിയ പണി പണിതാൽ അതൊന്നും ഏക്കത്തില്ല. അതുകൊണ്ട് ഇന്നലെ തീരേണ്ടുന്ന ആ വാർത്ത പരമ്പരകളായി ഞങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇന്നലെ i2i ന്യൂസിൽ നൽകിയ പള്ളിമേടം മണിയറയാക്കിയ പോൾ നിലയ്ക്കൽ പാതിരി എന്ന ആ വാർത്ത. 17 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വാർത്ത ഞങ്ങൾ ഒന്നുകൂടി നൽകാൻ പോവുകയാണ്. ഈ വാർത്ത, ഇതിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ ഇവന്റെയൊക്കെ മാനം പോകുമെന്ന് ഭയന്നാണ് ആ വാർത്ത മുക്കിയത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ മുക്കിയ വാർത്ത ഇതാ ഞങ്ങൾ ഒന്നുകൂടി നൽകാൻ പോവുകയാണ്. വിശദമായി കണ്ടാലും, പിന്നെ എന്നെ ശ്രമിക്കുന്നവർ ചെയ്യേണ്ടുന്നത് ഈ വാർത്തയുടെ ലിങ്ക് നിങ്ങൾ പരമാവധി ക്രൈസ്തവ വിശ്വാസികൾക്കും സാധാരണ ജനങ്ങൾക്കും അയച്ചു കൊടുക്കുക. നിരവധി സ്ത്രീകൾ, നിരവധി കുട്ടികൾ, നിരവധി ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവർ, നിരവധി കൊയറംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവന്റെ ഈ വൃത്തികെട്ട സ്വഭാവത്തിനിരയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്രകാരം പരാതി ഉള്ളവർക്ക്
ഈ വീഡിയോയുടെ താഴെ കാണുന്ന 9746114444 എന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഈ ആവാസന്റെ മുഖംമൂടി ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഊരിക്കാണിക്കാം. ഇനി ഇന്നലെ ഇവന്മാർ മുക്കിയ ആ വാർത്തയിലേക്ക്. പള്ളിമേടം അണിയറയാക്കിയ പോൾ നിലയ്ക്കൽ പാതിരി. കുമ്പസാരത്തിന്റെ മറവിൽ വിശ്വാസിനികളെ വളച്ച് ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾക്കിരയാക്കുന്ന പാതിരിപ്പാമ്പുകളെ കുറിച്ച് ITV ന്യൂസ് നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എത്ര കണ്ടാലും കേട്ടാലും മനസ്സിലാകാതെ വണ്ടി പിടിച്ച് പള്ളിമേടയിൽ കയറി ചെന്ന് തോട്ട് കെട്ടിപ്പിടിച്ച് പണി മേടിക്കുന്ന മുണ്ണക്കുഞ്ഞാടുകളുടെ എണ്ണത്തിലും കുർബാനയ്ക്കും കുമ്പസാരത്തിനുമൊപ്പം ഡിങ്കോൾഫി സുഡാൽഫിക്കേഷനും നടത്തി പിടിയിലാകുന്ന നാട്ടുകാരുടെ അടിമേടിക്കുന്ന കൂതാശ കുർബാന തുപ്പിത്തൊഴിലാളികളുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല. അതിന് കൂതാശ തൊഴിലാളികൾ പറയുന്ന ഒരു ന്യായം, അച്ഛയ ഹവയെ കണ്ടപ്പോൾ ആദത്തിന് പോലും പിടിവിട്ടു പോയി, പിന്നെയല്ലേ അണ്ടിപ്പരിപ്പും വൈനും അടിച്ച് യാതൊരു പണിയും ചെയ്യാതെ അംശപടിയും തൂക്കി നടക്കുന്ന ഞങ്ങൾ എന്ന്. കുർബാനകളി കഴിഞ്ഞാൽ ഞങ്ങൾക്കുമില്ലേ ചിന്ന ചിന്ന ആശകൾ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന്. ഞങ്ങൾ 5 കൊല്ലം പൃഷ്ഠതാടക തിരുമനസ്സുകളുടെ അപ്രന്റീസായി സെമിനാറുകളിൽ പഠിച്ചാലും ഡിസ്പോസിബിൾ നിക്കറിട്ട് നടന്നാലും 5 മീറ്റർ തുണി കൊണ്ട് നൈറ്റി അടിച്ച് ഇടയ്ക്കൊരു കെട്ടും കെട്ടി നടന്നാലും എത്ര യാമപ്രാർത്ഥനകൾ നടത്തിയാലും രാവിലെ കുളിച്ച് സാരിയും പുതച്ച് അവൾ വരുന്നത് കണ്ടാൽ എൻ്റെ പൊന്നു സാറേ, ലൈൻ മാറിപ്പോയി, പ്രകൃതിയുടെ വിളിയെത്തെടുക്കുവാൻ ആർക്കും പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒന്നുകിൽ സഭ ഇവന്മാരെ വന്ധ്യംകരിക്കുക, അല്ലെങ്കിൽ സഭ ഇവന്മാർക്ക് വിഷമിറക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവന്മാർ ആരുടെയെങ്കിലും ഭാര്യമാരെയോ മക്കളെയോ ഒക്കെ കയറി പിടിക്കും. പാതിരിയും നാറും, മാമോൻ സഭയും നാറും, ഇവന്മാരുടെ പൂച്ചാണ്ടി പിതാക്കന്മാരും നാറും. അപ്രകാരം നാറിപ്പോയ ഒരു പാതിരിയുടെയും അവൻ്റെ പിതാക്കന്മാരുടെയും അളിഞ്ഞ സഭയുടെയും വാർത്തയാണെന്ന് ITV ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. ആദ്യം ആ സഭ ഏതെന്ന് പറയാം. മലങ്കര കത്തോലിക്ക സഭ എന്ന് വിളിക്കുന്ന റീത്ത് സഭയാണ് ആ മാമോൻ സഭ. തിരുവനന്തപുരത്ത് പട്ടത്താണ് ഇവരുടെ ആസ്ഥാനം. വഴിയേ പോകുമ്പോൾ തിരുസന്നിധി എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഈ തിരുസന്നിധിയിലാണ് ഈ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസിലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബ വാണരുളുന്നത്. ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള പത്തനംതിട്ട രൂപതയിലെ സാമുവൽമാർ ഐറേനിയസ് ബിഷപ്പിന്റെ രൂപതയിൽപ്പെട്ട മൈലപ്ര തിരുഹൃദയ ദേവാലയത്തിലെ സാമാന്യം ആവശ്യത്തിലധികം വികാരമുള്ള വികാരിയായിരുന്ന പോൾ നിലയ്ക്കൽ പാതിരിയെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ വാർത്ത നൽകുന്നത്. ഈ ഐറേനിയസ് ബിഷപ്പിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്വർഗരാജ്യം പണിയുവാൻ തമിഴ്നാട് അംബാസമുദ്രത്തിൽ നിന്നും കോടികളുടെ മണൽ മോഷ്ടിച്ചതിന് 5 പാതിരിയുമൊത്ത് ഇയാൾ ജയിലിലായിരുന്നു. നല്ല പരിശുദ്ധ സഭയാണ്, തങ്കം പോലുള്ള സഭയാണ്. തിരുട്ട് സന്നിധിയിലെ ഇടയൻ എന്നൊരു വാർത്ത അന്ന് ഞങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷം ഇന്നാണ് വീണ്ടും ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് തരുന്നത്. വീണ്ടും പോൾ പാതിരിയിലേക്ക്. ഇദ്ദേഹം വെറും ഒരു വികാരി മാത്രമായിരുന്നില്ല, പത്തനംതിട്ട ഓൾ സയൻസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിന്റെ മാനേജരും ആയിരുന്നു. ഈ പോൾ പാതിരിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും പറഞ്ഞു തീരില്ല. പോളച്ചന്റെ ആ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു 1.5 കുർബാനയായിരുന്നു. സ്വർഗം ഭൂമിയിലേക്ക് ബലമായി പിടിച്ചു വലിച്ചിറക്കും ഈ പാതിരി. ചുമ്മാതാന്നോ? സംശയം ഉണ്ടെങ്കിൽ ഇതാ കണ്ടിട്ട് പറ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമല്ലേ. എന്റെ കർത്താവേ, ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. ആമേൻ. കണ്ടില്ലേ എത്ര ഭക്തി നിർഭരമായ കുർബാനയാണ് അല്ലേ? ഇത് കേട്ടാൽ ആരും ഇവനൊരു ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് തെറ്റിദ്ധരിച്ചു പോവില്ലേ? പലരും തെറ്റിദ്ധരിച്ചു. ഇവന്റെ അടുത്ത് പോയി 8ന്റെ പണിയും മേടിച്ചു. ഇവൻ വികാരിയായിരുന്ന പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഭർത്തൃമതിയായ ഒരു യുവതിക്കുണ്ടായ ശാരീരിക മാനസിക സാമ്പത്തിക പീഡനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ITV ന്യൂസ് വാർത്ത നൽകുന്നത്.
വീട്ടിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടി പള്ളിയിൽ പോയ തൻ്റെ കുടുംബകാര്യങ്ങൾ ഒരു വൈദികനോട് തുറന്നു പറഞ്ഞ ഒരു യുവതിയുടെ മനസ്സമാധാനവും കുടുംബജീവിതവും തകർന്ന് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വലിയ നഷ്ടങ്ങൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആദ്യം നമുക്ക് ആ യുവതി തനിക്കുണ്ടായ വിഷമതകളെക്കുറിച്ച് ഭദ്രാസന ബിഷപ്പായ ഐറേനിയസിനും തുടർന്ന് കാതോലിക്ക ക്ലിമീസിനും അയച്ച കത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. ടു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ്, കാതോലിക്ക ബാവ, തിരുവനന്തപുരം. വിഷയം: ഫാദർ പോൾ നിലയ്ക്കൽ, പത്തനംതിട്ട ഡയോസിസിൽ നിന്നും ഉണ്ടായ ശാരീരിക മാനസിക പീഡനങ്ങൾ. മൈലപ്ര തിരുഹൃദയ കത്തോലിക്ക പള്ളിയിലാണ് ഞാൻ സ്ഥിരമായി വിശുദ്ധ ബലിക്കായി പോയിരുന്നത്. അവിടെ മുൻവികാരിയായിരുന്ന റവറൻ ഫാദർ പോൾ നിലയ്ക്കലിനെ കുറിച്ച് അങ്ങയുടെ മുന്നിൽ ഫാദർ പോളിൽ നിന്നും ഞാൻ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ പരാതി എഴുതുന്നത്. പത്തനംതിട്ട രൂപതയിൽ ഐറേനിയസ് പിതാവിന് ഞാൻ പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ്. 2021 ജൂൺ മാസത്തിലാണ് ഫാദർ പോൾ മൈലപ്ര തിരുഹൃദയ കത്തോലിക്ക ദേവാലയത്തിൽ ആദ്യമായി വന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങി സ്ഥിരമായി വിളിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിവാഹ അഭ്യർത്ഥന നടത്തി. ജീവിതത്തിൽ ഒരുപാട് തകർച്ചയിലൂടെ കടന്നുപോയ എന്നെ കരുതുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിപ്പിച്ച് എന്നെ ചൂഷണം ചെയ്യുകയായിരുന്നു. ഞാൻ ആ സമയം എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വാങ്ങണമെന്നും ഇദ്ദേഹം കുറച്ചു കഴിഞ്ഞ് പൗരോഹിത്യം വിട്ടിറങ്ങുമെന്നും വിവാഹം കഴിക്കാമെന്നും വാക്ക് തന്നിരുന്നു. 2022 ജൂലൈ 28 കുംഭസാരം എന്ന അതിപരിശുദ്ധമായ കൂദാശയ്ക്കായി ചെന്ന എന്നെ മേടയിൽ വെച്ച് കുംഭസാരിപ്പിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം സെക്ഷലി അബ്യൂസ് ചെയ്യുകയും ചെയ്തു. അന്ന് അദ്ദേഹം മദ്യപിച്ചിരുന്നു. എൻ്റെ കുംഭസാരത്തിനിടയ്ക്ക് ഞാൻ കരഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കാൻ എന്ന ഭാവനയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോഴും വിവാഹ വാഗ്ദാനം നൽകി എന്നെ സമാധാനിപ്പിച്ചു. ഇദ്ദേഹം തികഞ്ഞ ഒരു മദ്യപാനിയാണ് പിതാവേ. ഈ പൗരോഹിത്യം ശാപമാണെന്നും അമ്മയുടെ കാലം കഴിഞ്ഞാൽ ഇത് വിട്ട് പുറത്തു പോകാനാണ് താല്പര്യമെന്നും പരിചയപ്പെട്ട ആദ്യകാലങ്ങളിൽ ഫാദർ പോൾ പറഞ്ഞിരുന്നു. ജീവിതം വളരെ ഫ്രസ്ട്രേറ്റഡ് ആണെന്നും അങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ഇന്ന് ഈ പുരോഹിതൻ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലെത്തിയിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഫാദർ പോൾ പലപ്പോഴായി പൈസ വാങ്ങിയിരുന്നു. മൈലപ്ര ഓഡിറ്റോറിയം പണിക്കും ഇദ്ദേഹം വാങ്ങിയ പൈസയുടെ റെസിപ്റ്റ് പോലും എനിക്ക് തന്നിരുന്നില്ല. ഒരു സ്ത്രീ എന്ന പരിഗണനയില്ലാതെ ഇദ്ദേഹം എന്നെ പലതവണ ശാരീരികമായി മർദ്ദിച്ചിട്ടുണ്ട്. എൻ്റെ അടിവയറ്റിൽ വരെ ഇടിച്ചിട്ടുണ്ട്. എല്ലാ തെളിവുകളും ഫോട്ടോയും സഹിതം ഞാൻ ഫാദർ സ്ലീബാദാസിനെ കാണിക്കുകയും ചെയ്തിരുന്നു. മദ്യപിച്ചിട്ട് അശ്ലീല വാക്കുകളും മ്ലേച്ഛമായ സംസാരവും എപ്പോഴും ചീത്തവിളിയുമാണ്. എല്ലാത്തിനും റെക്കോർഡിംഗ് ഉണ്ട്. പിതാവേ, മൈലപ്ര തിരുഹൃദയ പള്ളിയും സ്കൂളിലും ഓൾ സയൻസ് സ്കൂളിലും ഇദ്ദേഹത്തിന് പല സ്ത്രീകളുമായി അഴുതാത്ത ബന്ധമുണ്ടെന്ന് ഇവിടുത്തെ വിശ്വാസികൾക്കെല്ലാം നന്നായി അറിയാം. അവരിൽ പലരും ഭർത്താവ് പിരിഞ്ഞവരും വിധവകളുമാണ്. ഇത് ചോദിച്ച എന്നെ രാമൻ ചിറയിൽ വെച്ച് അടിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് വ്യക്തിവിരോധമുള്ള മറ്റു പുരോഹിതന്മാരോട് പകതീർക്കുവാൻ ഇദ്ദേഹം എന്നെ ഇപ്പോൾ കരുവാക്കുകയാണ്. ഫാദർ ജോസ് കളവിലെ അച്ഛനെ അപകീർത്തിപ്പെടുത്തുവാൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നെ മാനസികമായി ഇല്ലാതാക്കുകയാണ്. ഇതൊക്കെ ഞാൻ പുറത്തു പറഞ്ഞാൽ എന്നെയും രോഗിയും വിധവയുമായ എൻ്റെ അമ്മയെയും ചുട്ടുകൊല്ലും എന്നും വീട് കത്തിക്കുമെന്നും ഫാദർ പോൾ നിലയ്ക്കൽ ശക്തമായ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അവയെല്ലാം എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എടുത്തതാണ്. ഫാദർ പോളിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും ഗോൾഡ് വാങ്ങിയിരുന്നു. പലതവണ വിവാഹ വാഗ്ദാനം നൽകി എന്നെ ചതിക്കുകയുമായിരുന്നു എല്ലാ രീതിയിലും. ഇദ്ദേഹം ഒരു സെക്സ് മാനിയാക്കാണ്. പൗരോഹിത്യത്തിന് നിരക്കാത്തതാണ് ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും. ജീവിതത്തിൽ നിസ്സഹായരായ സ്ത്രീകളെയാണ് ഇയാൾ ചൂഷണം ചെയ്യുന്നത്. എന്ത് ചെയ്താലും സഭയും പിതാക്കന്മാരും സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇദ്ദേഹത്തിനുള്ളത്. ജീവിതത്തിൻ്റെ സുഖലോലുപതയ്ക്ക് ഒരു മറ മാത്രമാണ് ഫാദർ പോളിന് ഈ പൗരോഹിത്യം. ഇദ്ദേഹത്തിൽ നിന്നുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ എഴുതി പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. എൻ്റെ ജീവിതം പൂർണ്ണമായും ഫാദർ പോൾ നശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം മുൻപിരുന്ന പള്ളികളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം എൻ്റെ തെളിവുകളും ബോധ്യമായ ശേഷം അങ്ങ് ശക്തമായ ഒരു തീരുമാനം ഫാദർ പോൾ നിലയ്ക്കലിന് എതിരെ നടപടിയെടുക്കണം. 10 കൽപ്പനകളിൽ 5 എണ്ണവും തെറ്റിച്ച് ജീവിക്കുന്ന തികഞ്ഞ മദ്യപാനിയായ, സ്ത്രീ വിഷയങ്ങളിൽ അതീവ താല്പര്യമുള്ള, പൗരോഹിത്യത്തിന് വില കൽപ്പിക്കാത്ത, ക്രിമിനൽ സ്വഭാവമുള്ള ഈ പുരോഹിതൻ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അപമാനമാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്കും എന്തു തന്നെ സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഫാദർ പോൾ നിലയ്ക്കലിനാണ്. ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് നീതി നടത്തി തരണം. അല്ലാത്ത പക്ഷം നിയമ നടപടിയിലേക്കും നിയമപരമായി മുന്നോട്ട് നീങ്ങുന്നതുമായിരിക്കും എന്ന് ഞാൻ വിനയത്തോടെ ബോധ്യപ്പെടുത്തുന്നു. കുമ്പസാരിക്കുവാൻ ചെന്ന യുവതിയെ പള്ളിമേടയിൽ
ബലാത്സംഗം ചെയ്യുകയും ആ ദൃശ്യങ്ങൾ കാട്ടി തുടർന്നും ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തി എന്ന് ബോധ്യപ്പെട്ട സഭാ നേതൃത്വം പോൾ നിലയ്ക്കൽ പാദ്രിയെ സസ്പെൻഡ് ചെയ്തു. ആ കാര്യം യുവതിയെ അറിയിച്ചത് ഇപ്രകാരമാണ്: ഫാദർ പോൾ നിലയ്ക്കൽ തെക്കേതലിനെതിരെ താങ്കൾ സമർപ്പിച്ച പരാതി ഞാൻ സ്വീകരിച്ചു. അത് വിശദമായി വായിച്ചറിയുകയും ചെയ്തു. പരാതിയുടെ വെളിച്ചത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുവാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. 1. ഫാദർ പോൾ നിലയ്ക്കൽ തെക്കേതലിനെ അന്വേഷണ വിധേയമായി സകല ചുമതലകളിൽ നിന്നും പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 2. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമായി ഈ കേസ് സേഫ് എൻവയോൺമെന്റ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. തുടർന്നുള്ള നടപടികൾക്കായി ഈ കമ്മിറ്റി താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും. സ്നേഹപൂർവ്വം സാമുവൽ മാർ ഐറേനിയോസ്, പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ. സസ്പെൻഷൻ വെറും പ്രഹസനമാണെന്നും തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയും വളകളും തിരികെ നൽകാത്തതിനാലും യുവതി ഈ വിവരങ്ങൾ കാട്ടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ആയതിന്മേൽ 331/2026 നമ്പറായി മാർച്ച് 16 2026 ഒരു FIR ഇടുകയും ചെയ്തു. അറസ്റ്റിലായ പാതിരിയുടെ വാർത്ത എങ്ങും വരാതെ പാതിരിയും വിശുദ്ധ സഭയും മുക്കി. പത്തനംതിട്ട കോടതിയിൽ നിന്നും ഏപ്രിൽ 1 ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 210/2026 ആയി മുൻകൂർ കണ്ടീഷണൽ ബെയിൽ നേടുകയും ചെയ്തു. പാതിരി 50,000 രൂപയും ആൾജാമ്യവും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയി കീഴടങ്ങുക, 3 മാസം എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും പോയി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയി ഒപ്പിടുക, ഇരയ്ക്കോ അന്വേഷണത്തിനോ യാതൊരു തടസ്സവും ഉണ്ടാക്കാതിരിക്കുക, ഇരയെയോ സാക്ഷികളെയോ സ്വാധീനിക്കുവാൻ ശ്രമിക്കരുത്, അപ്രകാരമുണ്ടായാൽ ജാമ്യം അപ്പോൾ റദ്ദാകും എന്ന കണ്ടീഷൻ മേലാണ് ജാമ്യം പാതിരിക്ക് കോടതി നൽകിയത്. ഈ പാതിരി അമിത മദ്യപാനിയാണെന്ന് യുവതി പരാതിയിൽ പറയുന്നു. മദ്യപിച്ചാണത്രേ ഇയാൾ പലപ്പോഴും കുർബാന പോലും ചൊല്ലുന്നത് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നാം ഇതൊക്കെ വെറും കള്ളമാണെന്ന്. ഞങ്ങൾക്കും അപ്രകാരം തോന്നി. എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ച ആ തെളിവുകൾ നിങ്ങൾ കാണുക, കേൾക്കുക. ഇവ 90% മ്യൂട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് കേൾപ്പിക്കുവാൻ നിർവാഹമില്ല. കാരണം അത്രയ്ക്ക് മ്ലേച്ഛമായ മോശം ഭാഷയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ഒരു പാതിരിയാണ് പോലും. മലങ്കര കത്തോലിക്ക സഭയുടെ സെമിനാറുകളിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ. ആ യുവതിയോട് പാതിരി സംസാരിച്ചതിന്റെ ചില വീഡിയോകളും വോയിസും കേട്ടാലും. ഭയങ്കര എന്റെ ഷുഗർ പറയാത്തതിന് കാരണം അതാണ്. എനിക്ക് നല്ല രീതി എനിക്കറിയാം. അതിനോട് ഞാൻ കുടിക്കുകയും ചെയ്യുന്നു. എന്റെ ഷുഗർ കുറയത്തില്ല. അതുകൊണ്ട് അത് 6 ഗുളികയിലേക്ക് മാറിയിപ്പോ. ഇതാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. എനിക്ക് അവരെല്ലാം ഞാൻ പറഞ്ഞില്ല എന്താ ഞാൻ ഊരി അറിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോയിരിക്കും. ആ ഊരി അറിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നാല് അപ്പൊ എനിക്ക് സമാധാനം. സഭയെന്ന് പറഞ്ഞ സഭ എനിക്ക് കൂട്ടി വിളിക്കുന്ന പോലെ സഭ എനിക്കില്ല. അച്ഛനോട് കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. പ്ലീസ്, എനിക്ക് അറിയത്തില്ല. അച്ഛനോട് ഞാൻ ഉണ്ട്. നിങ്ങളുടെ അരമനയില് പിതാവ് ഇരിപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആരെ കേൾപ്പിച്ച എനിക്കിവിടെ കോപ്പ. ആരെ വേണേ കേൾപ്പിക്കാം. എന്റെ തന്ത നല്ല കുടുംബത്തിലായിരുന്നു. ആദ്യത്തെ തന്തയില്ല അച്ഛാ. എനിക്ക് ഒറ്റ ഒരു അപ്പനേ ഉള്ളൂ. തോന്നിവാസം പറയരുത്. നിന്നോട് ആരാ ഇതൊക്കെ പറയുന്നേ? നിന്നോട് ആരാ ഇതൊക്കെ? നാണോ ഉണ്ടോടോ? എന്റെ അപ്പ തൂങ്ങി മരിച്ചാണല്ലോ. നിന്റെ തന്തമാളുടെ ഗുണം നീയില്ല. നിന്റെ ഒന്നേ ഉള്ളൂ. അയാൾ തൂങ്ങി ചത്തവരാ. തൂങ്ങി ചത്തവരാന്ന് നിന്റെ പിതാവിനോടൊന്ന് ചോദിക്കണേ. 1 കിലോമീറ്റർ അപ്പുറം ഉണ്ട്. അതിനു മുമ്പ് വേറെ ഉണ്ടായിരുന്നു. നിന്റെ നാളെ കാരണം നിനക്ക് ഭ്രാന്തായാ? എനിക്ക് ഭ്രാന്തല്ല. നിന്റെ തന്തയ്ക്കും നിന്റെ തള്ളയ്ക്കും നിനക്കും ഭ്രാന്ത്. റവറർ ഫാദർ പോൾ നിലയ്ക്കൽ തെക്കേതിൽ കാമഭ്രാന്ത് എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞോടല്ലോ, നിങ്ങളെ ഒക്കെ വെച്ചിരിക്കുന്ന പിതാവിനെയാണ് സത്യത്തില് ഇത് ചെയ്യണ്ടേ കേട്ടോ. നിങ്ങളെ കാതോലിക്ക ബാവയ്ക്ക് വിളിച്ചതല്ലേ, ഞാനിത് അയച്ചു കൊടുത്തേ. കണക്ട് ചെയ്തോളാം കേട്ടോ. അല്ല, നിങ്ങൾ ഇപ്പോഴും പത്തനംതിട്ട രൂപതയിലെ ഫാദർ പോൾ നിലയ്ക്കലല്ലേ നിങ്ങളുടെ ഭർത്താവാണ്? പോയോ? സസ്പെൻഡ് ആയതല്ലേ ഉള്ളൂ, ഡിസ്മിസ് ആയില്ലല്ലോ. ആഹാ, അടിപൊളി. ഇല്ല, ഞാനാ പറയുന്നേ. സസ്പെൻഡ് ആയി ഞാൻ ഡിസ്മിസ് ആവുന്ന ദിവസം നിന്റെ ചോണയുണ്ടോ? നിന്റെ അമ്മ നല്ല രീതിയിലാണല്ലോ വളർത്തിയേക്കുന്നത്. നിന്റെ എന്റെ അമ്മയല്ല. നിനക്ക് എന്റെ അമ്മയാണെന്നോ? പിറ്റാൽ നിന്റെ വീട് ഉൾപ്പെടെ ഞാൻ നിന്റെ കത്തിച്ചില്ലേ? നിന്റെ ഊറാപ്പി കിടക്കുന്നതിന്റെ മറ്റ നിന്റെ ചേട്ടത്തി ഉൾപ്പെടെ
കത്തിച്ചില്ലേ എന്റെ പോളിന്റെ പേര് പട്ടിക്കിട്ട് കൊടുക്ക. പോളിന്റെ പേര് അല്ലെങ്കിലും പട്ടിക്ക് തന്നെയാ. ഇത്രയും ലോക്കലായിട്ടുള്ള പട്ടിയുണ്ട്. നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. 15 വർഷത്തെ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞു. ഹലോ, ഹോട്ടലിലാണ് അച്ഛൻ താമസിക്കുന്നത്? അല്ലല്ല, ഞാനിവിടെ നമ്മുടെ എവിടെയാ? നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞു പണ്ട് പിതാവ് നമ്മളെ കൗൺസിലിങ്ങിന് വിട്ട കുന്നന്താനോ എന്താ അവിടെ പേര്? ഇപ്പൊ എവിടാ? നിങ്ങളോട് അവിടെ ആരാ ഉള്ളത്? സംസാരിക്കുന്നത് കേട്ടു. ഭക്ഷണവും മാത്രമൊക്കെ എടുക്കാൻ ഹോട്ടലിലല്ലേ? അതായിരിക്കുമല്ലോ മുമ്പുള്ള പള്ളികളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. 3 വർഷം ആകുമ്പോഴത്തേനും അവിടുത്തെ ഇത് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ കാരണം ഇതുപോലെ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇയാളുടെ വലയിൽ വീണിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഭയുടെ സ്വാധീനവും പണവും ഉപയോഗിച്ച് അവർ ഇയാളെ രക്ഷപ്പെടുത്തും. ഇയാൾ വീണ്ടും കൂതാശപ്പണിയുമായി കളത്തിലിറങ്ങുകയും ചെയ്യും. അപ്പോൾ വിശ്വാസികൾ ജാഗ്രത പാലിക്കുക എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത്. മലങ്കര കത്തോലിക്ക സഭയുടെ കാതോലിക്ക ക്ലീമിസ് ബിഷപ്പിനോടാണ് ഇയാളെ നിങ്ങൾ യാതൊരു കാരണവശാലും വൈദിക വൃത്തിയിൽ തുടരുവാൻ അനുവദിക്കരുത്. എന്നെ പുറത്താക്കിയാൽ ഞാൻ കുറഞ്ഞത് 23 പാതിരിമാരെയും നിരവധി ബിഷപ്പുമാരെയും കൊണ്ടേ പോകൂ എന്ന് താങ്കളെ വിരട്ടിയതായി അറിയുവാൻ കഴിഞ്ഞു. അത് ഭയപ്പെട്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെങ്കിൽ ആ മ്ലേച്ഛന്മാരെയെല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ നീതിമാനാണെങ്കിൽ, ഈ സഭയെ സ്നേഹിക്കുന്നു എങ്കിൽ, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പോൾ നിലയ്ക്കലിനെ പുറത്താക്കുക. അദ്ദേഹം വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ. ഇതിലൊക്കെ എന്തൊക്കെയോ ആത്മീയതയുണ്ടെന്ന് കരുതുന്ന തെറ്റിദ്ധരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ നിരാശരാക്കരുത്. അതുപോലെ ആ യുവതിക്ക് നീതിയും നിങ്ങൾ ഉറപ്പാക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കണ്ടല്ലോ ഈ വാർത്ത. ഈ വാർത്തയാണ് ഇന്നലെ രാത്രി ഇവന്മാർ മുക്കിക്കളഞ്ഞത്. നിങ്ങൾ പരമാവധി ഈ വാർത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇവന്മാർ എത്തരക്കാരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതുപോലെ മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഇവന്മാർ ഏതായാലും ഇത്രയും പരിശ്രമിച്ച സ്ഥിതിക്ക്, ഈ വാർത്ത റിപ്പോർട്ട് അടിച്ച് പിൻവലിക്കുവാൻ ശ്രമിച്ച സ്ഥിതിക്ക്, ഇതുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോൾ നിലയ്ക്കൽ എന്ന പാതിരിയുടെ പീഡനങ്ങൾക്കിരയായ ആ യുവതി തന്നെ ITV ന്യൂസിൽ നാളെ എത്തുകയാണ്. ആ യുവതിയുമായിട്ടുള്ള അഭിമുഖം നാളെ ITV ന്യൂസ് 10 മണിക്ക് നൽകുന്നതായിരിക്കും. ആ യുവതി മലങ്കര കത്തോലിക്ക സഭയിലെ പത്തനംതിട്ട രൂപതയിലെ തിരുഹൃദയ ദേവാലയത്തിൽ വെച്ച് ഇവൻ അവിടെ വികാരിയായിരുന്ന സമയത്തോൾ നടത്തിയ ആ പേക്കുത്തുകൾ, ഇവന്റെ കാമഭ്രാന്തുകൾ, ഇവൻ കാണിച്ച വൈകൃതങ്ങളെല്ലാം ആ യുവതി നാളെ ITV ന്യൂസിലെത്തി ഞങ്ങൾക്ക് തരുന്ന അഭിമുഖത്തിലൂടെ അത് ലോകത്തോട് വിളിച്ചു പറയും. അപ്പോൾ മറക്കാതെ കാണുക. നാളെ രാവിലെ 10 മണിക്ക് ഈ പോൾ നിലയ്ക്കൽ പാതിരി എന്ന മലങ്കര കത്തോലിക്ക സഭയിലെ ആ ബലാത്സംഗ വീരന്റെ ആ പള്ളിമേടയിൽ നടത്തിയ വൈകൃതങ്ങൾ നടത്തിയ പാതിരിയുടെ യഥാർത്ഥ മുഖം ആ യുവതി പിച്ചു ചിന്താൻ പോവുകയാണ്. അപ്പോൾ മറക്കാതെ കാണുക. നാളെ രാവിലെ 10 മണിക്ക് ITV ന്യൂസിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.